അതിശേഷ ശിവാനി, നിനക്കായി ഭൂമിയിലേക്ക് വന്ന് 23 വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണോ എന്നെ ഓർമ്മ വന്നത്? ജന്മജന്മാന്തരങ്ങളായുള്ള പ്രണയത്തിന് ഇപ്പോഴാണ് ഒരു അർത്ഥമുണ്ടായത്. അതിശേഷ 7 ജന്മങ്ങളിലും നീ എന്റെ ഒപ്പമുണ്ടാകുമെന്ന് എനിക്ക് തന്ന വാക്ക് നീ പാലിച്ചു. ഇന്ന് നീ പാലിച്ചു. ശിവാനി, പ്രണയം ദൈവത്തിന്റെ വരദാനമാണ്. നമ്മുടെ പ്രണയം മധുരാന സന്താന. കൈലാസേശ്വരന്റെ മേൽ സത്യം, നാഗലോകത്തിന്റെ മേലാണ് നാഗമാണിക്യമണയിൽ സത്യം. എല്ലാ കാലവും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങയാണ് സത്യം. ഞാൻ എന്നും അങ്ങയുടെ നിഴലായി കൂടെ ഉണ്ടാകും. കാലാകാലങ്ങളായി എന്നിൽ മാത്രം ലയിച്ചിരുന്ന ആ ശക്തി എന്നെ മറികടന്ന് വേറെ എങ്ങോട്ടോ പോയി. 23 വർഷമായി നിന്നെ സംരക്ഷിക്കുകയാണ് ഞാൻ. നിന്റെ സമ്പൂർണ്ണ ശക്തികൾ എന്നിലേക്ക് ലയിക്കാൻ ഇനി ഒരേ ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് തന്നെ എന്തിനത് ചെയ്തു? നിന്റെ ശക്തി എന്നിലേക്കാണ് വരേണ്ടിയിരുന്നത്. അതിന് തടസ്സമായത് ആരാണ്? ആദിശേഷൻ പുനർജനിച്ചിട്ടുണ്ട്. അവൻ നിങ്ങളോടുള്ള പ്രതികാരം തീർത്തു മാത്രമേ മടങ്ങിപ്പോകൂ. അമൃത പറഞ്ഞതുപോലെ ആദിശേഷന്റെ പുനർജന്മമായിരിക്കും ഇതിനെല്ലാം കാരണം. അപ്പോൾ ഈ ശക്തി ആദിശേഷനിലായിരിക്കും ലയിച്ചിരിക്കുക. ഇനി ഞാൻ ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിച്ച് നാഗലോകം മുഴുവൻ ഇല്ലാതാക്കും ഞാൻ. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ആദിശേഷ! ആദിശേഷ, എന്റെ നാഗമാണിക്യം തിരിച്ചു പിടിക്കാൻ തന്നെ നീ പുനർജന്മമെടുത്തിരിക്കുകയാണല്ലേ? ഇത്രയും വർഷം നിനക്ക് സാധിക്കാതിരുന്ന ഈ കാര്യം ഇന്ന് സാധിക്കുമെന്ന് കരുതിയോ? നാഗമാണിക്യം തിരിച്ചു പിടിക്കുന്നത് അത്ര എളുപ്പമാണെന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തോന്നൽ മാത്രമാണ്. 23 വർഷങ്ങളായി ഞാൻ സംരക്ഷിച്ചു വരികയാണ് നാഗമാണിക്യത്തെ. അത് തിരിച്ചു പിടിക്കാന്ന് കരുതിയോ? സാധ്യമല്ല, സാധ്യമല്ല. നാഗമാണിക്യം എന്റേതാണ്. അതിന്റെ സമ്പൂർണ്ണ ശക്തിയും എന്റേത് മാത്രമാണ്.
ആദിശേഷ, നിന്നെ വിടില്ല ഞാൻ. നിന്റെ പുനർജന്മവും അവസാനിപ്പിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഈ ദിഗ്വിജയൻ തന്നെ. മുതലാളി, എന്താ എന്തിനെങ്കിലും വിളിച്ചു പോയത്? ഒന്നുമില്ല നന്ദീശ. സത്യം പറ മുതലാളി, മുഖം കണ്ടല്ല അറിഞ്ഞൂടെ എന്തു പ്രശ്നമുണ്ടെന്ന്? ഇനിയിപ്പം ധ്യാനത്തിന് വല്ല തടസ്സം ഉണ്ടായിട്ടാണോ ഇങ്ങനെ, അതോ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. അത് എന്തെങ്കിലും ഒന്ന് പറ മുതലാളി. മനസ്സിനകത്ത് എന്തെങ്കിലും വിഷമം വെച്ചിട്ട് ഇങ്ങനെ മുഖത്ത് കാണിച്ചാൽ എനിക്കത് മനസ്സിലാവുന്നില്ല. അതിന് മാത്രം എന്താ സംഭവിച്ചേ? ഒന്നുമില്ല നന്ദീശ. എനിക്ക് ധ്യാനം ശരിക്കും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എന്തുപറ്റി? എനിക്ക് എന്റെ മനസ്സ് തീരെ ശരിയല്ല നന്ദീശ. പിന്നെ എപ്പോഴെങ്കിലും പറയാം. നീ ചെല്ലേ. അല്ല മുതലാളി, അത് പറയാന്ന് പറഞ്ഞില്ലേ? ചെല്ലേ. ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിക്കാതെ ഇനി ഞാൻ പിന്മാറില്ല. തൃശൂൽ മുഖേന ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിച്ച് കൊല്ലും ഞാൻ. അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും ഞാൻ. ആത്മാവിന് പ്രണയത്തെ മനസ്സിലായി. ഇനി ദേഹവും കൂടെ പ്രണയത്തെ മനസ്സിലാക്കിയാൽ അവർ ഒന്നു ചേരാനുള്ള സമയം അടുത്തിരിക്കുന്നു. ആദിശേഷ, 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 ആദിശേഷ. എന്റെ ആദിശേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവരിൽ ചേർന്നതുപോലെ തോന്നി. ആദിശേഷ, ആദിശേഷ, ത്രിവിക്രം, ത്രിവിക്രം, ത്രിവിക്രം. മഹാദേവ, എന്താ ഇത്? ത്രിവിക്രമന് ബോധം വന്നിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ കൺമുന്നിൽ വന്നത് ആരാണ്? എന്നിൽ ചേർന്നത് ആരാണ്? ഇനിയൊരു പക്ഷേ ഇതൊക്കെ എന്റെ തോന്നലായിരിക്കും. ഇതൊക്കെ വെറും സ്വപ്നമായിരുന്നു. ഇല്ല, നാഗമാണിക്യത്തിന്റെ ശക്തി ത്രിവിക്രമന്റെ ശരീരത്തിൽ ചേർന്നിട്ടുണ്ടാകും. ഇനി അവന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ എനിക്കെല്ലാം കാണാനാകും. എന്താ ഇത്? ത്രിവിക്രമന്റെ കണ്ണുകളിൽ ഒന്നും കാണാനില്ലല്ലോ. എന്നുവെച്ചാ ഇവന് പഴയ ഓർമ്മകളൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ലേ? ഇല്ല, വന്നിട്ടുണ്ടാകും. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് നോക്കാം. മഹാദേവ, എന്താ ഇത്? എന്താ ഇങ്ങനെ സംഭവിക്കാൻ? എന്താ ചെയ്യാ? ഒരുപക്ഷെ സാധ്യമായില്ലെങ്കിൽ നിന്നിലേക്കുള്ള ശക്തി മുഴുവൻ അവനിലേക്ക് പകരൂ. അപ്പോൾ അവൻ സമ്പൂർണമായും നിന്റെ ആദിശേഷനായി മാറുന്നതാണ്. അപ്പോൾ തന്നെ അവനെ നാഗലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ഗുരുദേവൻ പറഞ്ഞതുപോലെ
എന്റെ ശക്തിയെല്ലാം ത്രിവിക്രമന് പകർന്നു കൊടുക്കാം. എന്താ ഇത്? ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഏത് ശക്തിയാണത്? അപ്പോ ത്രിവിക്രമന്റെ ശരീരത്തിൽ വേറെ ഏതോ ശക്തി ഉണ്ടെന്നാണോ? മഹാദേവ, മഹാദേവ, എന്താണിതെല്ലാം? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഗുരുദേവൻ പറഞ്ഞത് പ്രകാരം ത്രിവിക്രമന് പഴയതെല്ലാം ഓർമ്മ വരേണ്ടതായിരുന്നു. പക്ഷെ ഒന്നും തന്നെ ഓർമ്മ വന്നില്ല. പറയൂ മഹാദേവ, എനിക്കൊരു ഉത്തരം നൽകൂ. ശിവാനി, താൻ എന്തിനാ കരയുന്നേ? എന്താ പറ്റി തനിക്ക്? അല്ല, ഞാനെങ്ങനെ ഇവിടെ കിടന്നത്? ത്രിവിക്രം, എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്തോർമ്മ വരാൻ? ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ പറ്റിയ തനിക്ക്? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? മഹാദേവ, എന്താ ഇത്? ത്രിവിക്രമൻ ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. എന്താ ഇങ്ങനെ? ശിവാനി, എന്താ പറ്റിയ തനിക്ക്? താൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഒന്നുമില്ല. ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല. ത്രിവിക്രം, നീ ഇവിടുന്ന് പോയിക്കോളൂ. അല്ല, താനപ്പോ വരുന്നില്ലേ? എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട് ത്രിവിക്രം, നീ പൊയ്ക്കോളൂ. ശിവാനി, ത്രിവിക്രം, ഓരോന്ന് ചോദിക്കണ്ട. ബാക്കിയെല്ലാം ഞാൻ പിന്നെ പറയാം. തൽക്കാലം ഇപ്പൊ ഇവിടുന്ന് പോ. വരൂ ശിവാനി, നിന്റെ വരവനായി കാത്തിരിക്കുകയായിരുന്നു. എവിടെ നിന്റെ ആദിശേഷൻ? ശിവാനി, നീ നമ്മുടെ ആദിശേഷനെ തിരികെ നാഗലോകത്തേക്ക് കൊണ്ടുവന്നോ? അവന് പഴയ ഓർമ്മകളെല്ലാം തിരികെ ലഭിച്ചുവെന്നോ? നാഗമാണിക്യത്തിന്റെ ശക്തി ആ ദുഷ്ടർക്ക് ലഭിക്കാതെ തടഞ്ഞു നിർത്തിയില്ല നീ. ശിവാനി, നീ എന്താ മൗനമായിരിക്കുന്നത്? എന്താ സംഭവിച്ചത്? എവിടെയാണ് നമ്മുടെ ആദിശേഷൻ? എവിടെയാണെന്നൊന്ന് പറയൂ. ആദിശേഷനെയും കൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ?
പറഞ്ഞിരുന്നു. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. എന്ന് വെച്ചാൽ ആദിശേഷന് പഴയ ഓർമ്മകളൊന്നും തിരികെ ലഭിച്ചില്ലെന്നോ? ഇല്ല. അസാധ്യം. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം സത്യമാണ് ഗുരുദേവ. അങ്ങ് തന്നയച്ച താളിയോല ഗ്രന്ഥത്തിലെ മന്ത്രങ്ങളെല്ലാം ഞാൻ അവനെ കൊണ്ട് ചൊല്ലിച്ചു, ശിവപൂജയും നടത്തിച്ചു. എന്നിട്ടും എന്റെ ആദിശേഷനിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? അങ്ങ് പറഞ്ഞതെല്ലാം വെറും കള്ളമായിരുന്നോ? എന്റെ മന്ത്രോപദേശം തെറ്റാണെന്ന് പറയരുത് ശിവാനി. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള സംസ്കൃതിയാണത്. അതിൽ ഒരു തരത്തിലുമുള്ള കള്ളങ്ങളില്ല. അങ്ങനെയാണെങ്കിൽ ത്രിവിക്രമന്റെ പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മ വരേണ്ടതല്ലേ? അത് സത്യമാണ്. എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് എനിക്കറിയില്ല. അവിടെ എന്താണ് ഉണ്ടായതെന്ന് പറയൂ ശിവാനി. മന്ത്രജപം കഴിഞ്ഞ ഉടനെ ഞാനും ത്രിവിക്രമനും മഹാദേവനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം എനിക്ക് ആദിശേഷനുമായി ചേർന്നതുപോലുള്ളൊരു അനുഭവം ഉണ്ടായി. പക്ഷെ അടുത്ത നിമിഷം തന്നെ ആദിശേഷൻ എന്നിൽ നിന്നും അകന്നു പോയതുപോലെയും തോന്നി. എനിക്ക് ഇതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാകുന്നില്ല. നിന്റെ ശക്തി നൽകാൻ നീ പ്രയത്നിച്ചില്ലേ? പ്രയത്നിച്ചിരുന്നു, പക്ഷെ ഒന്നും തന്നെ ഫലം കണ്ടില്ല. ത്രിവിക്രമനിലേക്ക് എന്റെ ശക്തി പകർന്നു കൊടുക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ അതിൽ നിന്നും തടയുകയായിരുന്നു. അതുമാത്രമല്ല, അവന്റെ കണ്ണുകളിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കിയിട്ടും എനിക്കൊന്നും തന്നെ കാണാനായില്ല ഗുരുദേവ. എന്താണ് നീ പറയുന്നത്? നിന്റെ ശക്തി പകർന്നു കൊടുക്കുവാൻ സാധിച്ചില്ലെന്നോ? ഇല്ല. ഞാനിത് എവിടെ? ഞാനെന്ത് ഇവിടെ വീണ് കിടക്കുന്നത്? കൊച്ചുമുതലാളി ശിവാനി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവരെ കാണുന്നുമില്ല. അവരിത് ഇവിടെ പോയതാ. കൊച്ചുമുതലാളി, കൊച്ചുമുതലാളി, ശിവാനി, കൊച്ചുമുതലാളി, ശിവാനി, കൊച്ചുമുതലാളി. ആരും കാണുന്നില്ലല്ലോ. ഇവർ രണ്ടുപേരും എവിടെ പോയതാ? ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കൊച്ചുമുതലാളി മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോ കൺമുന്നിൽ എന്തൊക്കെയോ വരുന്ന പോലെ തോന്നിയത്. ഇത്രയും നാളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരുന്ന ശിവരൂപം, ഏതോ ഒരു വിചിത്രമായ സ്ഥലം, എല്ലാം എന്റെ കൺമുമ്പിൽ വരുന്ന പോലെ തോന്നുമായിരുന്നു. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? കൊച്ചുമുതലാളി ശിവാനി ഇവിടേക്ക് വന്നതെന്തിനാ? എന്ത് പൂജ അവർ നടത്തിയത്? ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കണം. എനിക്ക് ഉത്തരം തരൂ ഗുരുദേവ. ത്രിവിക്രമന് പഴയ ഓർമ്മകളെല്ലാം തന്നെ തിരിച്ചു വരുമെന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്? പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ടാണത്? ഗുരുദേവ, വേറെ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചതായി തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നത്? ആദിശേഷന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ടും ആ ദുഷ്ടന്മാരുടെ ബിംബം എന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല? പറയൂ ഗുരുദേവ. നോക്കൂ ശിവാനി, ആദിശേഷൻ പുനർജന്മമെടുത്ത് മനുഷ്യനായി ജീവിക്കുകയാണ്. നിങ്ങൾക്കിടയിൽ യാതൊരു വൈവാഹിക ബന്ധവുമില്ല. അതുകൊണ്ടായിരിക്കാം അവന്റെ കണ്ണുകളിൽ ഒരു രൂപവും കാണുവാൻ നിനക്ക് സാധിക്കാതിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആദിശേഷൻ നാഗലോകത്തുണ്ടായിരുന്നപ്പോൾ അവന്റെ കണ്ണുകളിൽ ആ ബിംബം കാണേണ്ടതായിരുന്നില്ലേ? ശിവാനി, ആദ്യം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നടന്നത് ഗാന്ധർവ വിവാഹമായിരുന്നു.